സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പെൻഷനാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷനും. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ജൂൺ 20 മുതൽ ആരംഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 1600 രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം നേരത്തെ നൽകുന്നത്. പോളിംഗിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് ഉള്ളത്. അതിനാൽ ഈ സമയത്ത് പെൻഷൻ 1600 രൂപ ലഭിക്കുന്ന എല്ലാവരും തന്നെ വാർഷിക മസ്റ്ററിംഗ് കൃത്യമായി ചെയ്യേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് നടക്കുന്നത്. ഗുണഭോക്താക്കൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്നവരും വാർഷിക മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. പെൻഷൻ വിതരണം തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇവ കൃത്യമായി ചെയ്യണമെന്ന് പറയുന്നത്. വീടുകളിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ ആ വിവരം വാർഡ് മെമ്പറിനെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്യുന്നതായിരിക്കും. ഫീൽഡ് തല മസ്റ്ററിംഗ് നടക്കുമ്പോഴായിരിക്കും വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നത്. ചില സാഹചര്യത്തിൽ മസ്റ്ററിംഗ് തടസ്സപ്പെടാൻ കാരണമായേക്കാം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുകയാണെങ്കിൽ ഇവ കൃത്യമായി ചെയ്യാൻ സാധിക്കും. ലൈഫ് സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ സമർപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതുമാണ്. 2025-26 സാമ്പത്തിക വർഷത്തിലെ മസ്റ്ററിംഗ് ആണിത്. ചില സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾ മറ്റു ജില്ലകളിലാണെങ്കിൽ അവിടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെൻഷനായി 1600 രൂപ ലഭിക്കുന്ന എല്ലാവരും തന്നെ ഇത് കൃത്യമായി ചെയ്യേണ്ടതുമാണ്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെയാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതും. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡാണ്. അതിനാൽ ആധാർ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ കൃത്യമായി തന്നെ തിരുത്തി വേണം മസ്റ്ററിംഗ് ചെയ്യാൻ. ആധാർ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാർഷിക മസ്റ്ററിംഗ് കൃത്യമായി ചെയ്യാൻ പറ്റണമെന്നില്ല. അതിനാൽ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ആധാർ എടുത്ത് 10 കൊല്ലം കഴിയുമ്പോൾ ആധാർ പുതുക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം നേരത്തെ തന്നെ എത്തുമെന്നാണ് അറിയിപ്പുകൾ ഉള്ളത്. ഇനി നൽകാനുള്ളത് 2 മാസത്തെ കുടിശ്ശിക കൂടിയാണ്. കഴിഞ്ഞ മാസം ഒരു ഗഡു കുടിശ്ശിക ഉൾപ്പെടെ 3200 രൂപ വീതമാണ് വിതരണം ചെയ്തത്. എന്നാൽ ജൂൺ മാസത്തിൽ 1600 രൂപയുടെ വിതരണമായിരിക്കും ഉണ്ടാകുക. ഇനിയുള്ള ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്യണം. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം കൃത്യമായി തന്നെ പരിഹരിച്ചതിനു ശേഷം ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ്.